ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ധ്യാന ചിന്തകളിലൂടെ കനാനിൽ പ്രവേശിക്കുന്ന ഒരു വലിയ ദൗത്യത്തിലാണ്. അതിൻ്റെ ഭാഗമായി പുറപ്പാട് പുസ്തകം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 3-ാം അധ്യായമാണ്. അപ്പോൾ ആ 3-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിലുള്ള 22 വാക്യങ്ങൾ, 1-ാം വാക്യത്തിൽ മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ ആടുകൾ അമ്മായപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുവന്നു. അമ്മായപ്പൻ്റെ ആടിനെ നോക്കുക. നല്ല ഒരു ഭാര്യയെ കിട്ടി, അമ്മായപ്പൻ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ അത് ദൈവത്തിൻ്റെ പർവ്വതം വരെ എത്തിച്ചു, തന്നെ ഏൽപ്പിച്ച ജോലി. 2-ാം വാക്യത്തിൽ ആ ജോലി ചെയ്യുമ്പോഴാണ് 2-ാം വാക്യത്തിൽ അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനാകും. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നത് മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നത് കണ്ടു. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന വലിയ കാഴ്ച എന്ത്, ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. അപ്പോൾ ആ മോശയ്ക്ക് അങ്ങ് ആവേശമായി. മുൾപ്പടർപ്പ് അകത്ത് തീ, പക്ഷേ മുൾപ്പടർപ്പ് കത്തുന്നില്ല. ഭയങ്കര തീയാണ്, കത്തുന്ന ഒരു അനുഭവമാണ്. തീക്കനൽ മിനിസ്ട്രിയിലൂടെ, തീക്കനൽ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ദൈവികമായ വചനവും ഒരു ഭാഗത്ത് കൊടുക്കുവാനും മതവിഭാഗ ഭേദമന്യേ അനേകർക്ക് സഹായഹസ്തങ്ങൾ എത്തിക്കുവാനും സാധിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നോക്കേണ്ടതിന് അവൻ വരുന്നത് കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. അവൻ്റെ ആവേശം കണ്ടപ്പോൾ ദൈവം അവനെ വിളിച്ചപ്പോൾ ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നുവെന്ന് അവൻ അരുളിച്ചു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട മുഖം മൂടി. കാരണം അത്രമാത്രം ശോഭയിൽ നിൽക്കുകയാണ് ദൈവം. ശോഭയിൽ നിൽക്കുമ്പോൾ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത മോശ രാജകൊട്ടാരത്തിൽ വളർന്നുകൊണ്ട് രാജകൊട്ടാരത്തിലെ സകല കാര്യങ്ങളും മനസ്സിലായി. ഇസ്രായേൽ മക്കളുടെ കഷ്ടപ്പാട് മനസ്സിലായി. അവന് ജീവിതത്തിൽ അവൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ അവൻ നിൽക്കുമ്പോൾ അവൻ്റെ അമ്മായിപ്പൻ്റെ ആടിനെ ശുശ്രൂഷിച്ച് അത്ഭുതകരമായി ചെയ്തപ്പോൾ അവൻ ദൈവത്തെ നേരിട്ട് കാണുകയാണ്. 7-ാം വാക്യത്തിൽ യഹോവ അരുളിച്ചെയ്യാണ്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാരാണ്. ഞാൻ കണ്ടു 2 പ്രാവശ്യം പറഞ്ഞിരിക്കും. ഊഴിയ വിചാരന്മാർ നിമിത്തമുള്ളവരുടെ നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. അവരെ കൊണ്ടുപോകാൻ ഞാൻ ദൈവ ശബ്ദം കേൾക്കും. കഷ്ടപ്പെടുന്നവൻ്റെ നിലവിളി ദൈവം കേൾക്കും. ദൈവം ഇറങ്ങി വരും അവിടെ. ഇസ്രായേൽ 9-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമിൽ അവരെ ഞെരിക്കുന്ന ഞെരിക്കവും ഞാൻ കണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം കാണും. നീ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ, മറ്റുള്ളവരെ ഞെരിക്കിയാൽ ദൈവം കാണും. 10-ാം വാക്യത്തിൽ ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ പുറപ്പെടുവിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും, അവനെ വലിയൊരു ദൗത്യം ഏൽപ്പിക്കാം. അത് കേട്ടപ്പോൾ മോശ പേടിച്ചു പോയി. മോശ ദൈവത്തോട് ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. 12-ാം വാക്യത്തിൽ അതിന് ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളതിന് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് അറിയിച്ചു. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്ന് ഞാൻ നിന്നെ അയച്ചതിൻ്റെ അടയാളമാകുമെന്ന് പറഞ്ഞു.
നിന്നെക്കൊണ്ട് വിടുവിക്കാൻ സാധിക്കുമെന്ന് ദൈവം കൽപ്പിക്കുക. ഇത് കേട്ടപ്പോൾ മോശ 13-ാം വാക്യത്തിൽ മോശ പറയും, മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്നു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. യഹിയേ അഷർ യഹിയേ ഐ ആം ദറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. ദൈവം എന്നോട് നിങ്ങളോട് പറയാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ദൈവം നമ്മളോട് ഉണ്ടെന്നുള്ളതിന് തെളിവാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം ആ ദ വേ ഔട്ട്, പുറപ്പാട് പുസ്തകത്തിൽ തന്നെ പുറപ്പെടുവിക്കുക. ഈ ധ്യാന ചിന്തയിലൂടെ കനാനിൽ നമുക്ക് പ്രവേശിച്ചിരിക്കുക. ഇത് ആ വലിയ അതാണ് നീ പറയേണ്ടത്. നീ ദൈവത്തെ എൻ്റെ കാര്യം പറഞ്ഞാൽ മതി, നീ ഒന്നും ഭയപ്പെടണ്ട, നീ എന്നെ കൊണ്ട് പോയി എൻ്റെ കാര്യം പറഞ്ഞാൽ മതി. 15-ാം വാക്യത്തിൽ ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തു നിന്നാൽ നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും, പിതാക്കന്മാർക്ക് മനസ്സിലാവും, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ ജീവനുള്ള ദൈവമാണ് നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നത്. ഇതെന്നേക്കുമുള്ള എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവുമാകുന്നു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായി എന്നേക്കുമുള്ളതാണ്. ഇത് ഇന്ന് ആരംഭിച്ചിരിക്കുന്ന, ഇത് സാർവകാലത്തേക്കുള്ളതാണ്. ഇസ്രായേലിനെ ഇന്നും ഈ 2026 ഇസ്രായേലിനെ അനുഗ്രഹിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്. 16-ാം വാക്യത്തിൽ നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട്, അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിനെ യാക്കോബിൻ്റെ ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത്, ഞാൻ നിങ്ങളെയും മിസ്രയീമിൽ അവർ നിങ്ങളോട് ചെയ്യുന്നതിനെയും സന്ദർശിച്ചിരിക്കുന്നു. മോശ ഇത് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. മിസ്രയീമിലെ കഷ്ടതയിൽ നിന്ന് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവിയർ, യബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുപോകുവാൻ, ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയാം. ദൈവം ഇത് സംസാരിക്കുക, ദൈവം മോശയോട് നേരിട്ട് സംസാരിക്കുക, ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവം നമ്മളോട് സംസാരിക്കും. 18-ാം വാക്യത്തിൽ, എന്നാൽ അവർ നിൻ്റെ വാക്ക് കേൾക്കും. അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും മിസ്രയീം രാജാവിൻ്റെ അടുക്കൽ ചെന്നവനോട്, എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു, ആകയാൽ ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. യാഗം കഴിക്കേണ്ടത് മരുഭൂമിയിലാണ്. മരുഭൂമിയിൽ ഒന്നുമില്ലാത്തതിലാണ് യാഗം കഴിക്കുന്നത്. നമ്മുടെ കുർബാനയാണ് നമ്മുടെ യാഗം. നമ്മൾ ശുദ്ധ ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് വന്ന് കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. അവിടെ പ്രത്യക്ഷപ്പെടുന്ന അത്ഭുത ശക്തിയുണ്ട്. അവിടെ ആ യാഗത്തിനു വേണ്ടി ആ ഇസ്രായേൽ മക്കളെ വിളിക്കുകയാണ് മോശ. ദൈവമാണ് സംസാരിക്കുന്നത്, ഇടപാടല്ല. 19-ാം വാക്യത്തിൽ, എന്നാൽ മിസ്രയീം രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ കൊല്ലുവാൻ സമ്മതിക്കുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ നീട്ടി മിസ്രയീമിൻ്റെ നടുവിൽ ചെയ്യാതിരിക്കുന്ന അത്ഭുതങ്ങളെ ഒക്കെയും അതിനെ ദണ്ഡിപ്പിക്കും. അതിനുശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും. അവനെ നടക്കാനുള്ള കാര്യം കൂടെ ദൈവം പറഞ്ഞാൽ വിടുന്നത്. നീ അങ്ങോട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ അനുസരിക്കുകയൊന്നുമില്ല, ദണ്ഡിപ്പിക്കുകയൊക്കെ ചെയ്യും. അവൻ്റെ സകല ഗുണ്ടായുസം അവൻ ഇറക്കും. പക്ഷെ അവൻ അവസാനം വിട്ടയച്ചേ പറ്റൂ. 21-ാം വാക്യത്തിൽ, ഞാൻ മിസ്രയീമ്യർക്കും ഈ ജനത്തോട് കൃപ തോന്നുവാനാകും. നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരേണ്ടി വരികയില്ല. ഓരോ സ്ത്രീ താന്താൻ്റെ അയൽക്കാരത്തിയോടും വീട്ടിൽ അതിയായി പാർക്കുന്നവളോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിസ്രയീമ്യരെ കൊള്ളയിടുകയും വേണം. ഇതൊരു പക്ഷെങ്കിൽ നമ്മൾക്ക് പുതിയ നിയമത്തിൽ ചേരാത്ത ഒരു കാര്യമായിരിക്കും. മോഷണത്തിൻ്റെ ഭാവമാണോ എന്ന് ചിന്തിക്കാം. എന്നാൽ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന മറ്റൊരു അർത്ഥത്തിൽ, സ്വർണം വിളയുന്ന നാട്ടിലല്ലേ നമ്മളുടെ ആളുകളെല്ലാം, പാലും തേനും ഒഴുകുന്ന നാട്ടിലല്ലേ നമ്മുടെ ആളുകളെല്ലാം, ദൈവം അനുഗ്രഹിച്ച ഒരു വിഭാഗമല്ലേ നമ്മൾ മലയാളികൾ.
മതവിഭാഗ ഭേദമന്യേ ദൈവം അനുഗ്രഹിച്ചവരല്ലേ? അതുകൊണ്ട് ഈ നോമ്പ് ചിന്തയിലൂടെ, നോമ്പ് ധ്യാനത്തിലൂടെ പാലും തേനും ഒഴുകുന്ന കനാനിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായി ദൈവത്തോട് സംസാരിക്കുവാൻ, നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഭംഗിയായി ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളെ ചെന്നെത്തുവാൻ സാധിക്കും. ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ചെയ്തെടുക്കുവാൻ സാധിക്കണം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ആവരിച്ച് ഭംഗിയായി അനുഗ്രഹത്തോടെ വചനം ഗ്രഹിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണം. ഈ നോമ്പിലൂടെ, ഈ നോമ്പ് ധ്യാനത്തിലൂടെ കനാനിൽ പ്രവേശിക്കുന്ന, പാലും തേനും ഒഴുകുന്ന കനാനിൽ പ്രവേശിക്കുന്ന വ്യക്തി ജീവിതങ്ങളാക്കി ഞങ്ങളെ തീർക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.